നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി A.K. ബാലൻ. A. പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും A.K. ബാലൻ. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. അഞ്ചുവിളക്കിൽ ഐക്യദാർഢ്യ സംഗമം. വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും CPI അനുകൂല യൂണിയനുകളും രംഗത്ത്. AITUC നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. 2007 മുതലുള്ള ശമ്പള പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ ഫോറം ഓഫ് കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരം 6ാം ദിവസം പിന്നിട്ടു. കല്ലേക്കാട് മാമ്പ്രയിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രദേശവാസികൾ. വീടുകൾക്ക് വിള്ളലുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്വാറി പ്രവർത്തനം അനുവദിക്കാനാകില്ലെന്ന് പൗരസമിതി. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കുട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്തു തർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂണത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് ഓട്ടോ ഡ്രൈവർ തിരുവാറ്റൂർ സ്വദേശി സതീശനും മകൻ 8 വയസ്സുള്ള ആശീർവാദിനും. കുട്ടിയുടെ പരിക്ക് ഗുരുതരം. വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. നിർമ്മാണ മേഖലയോടുള്ള സർക്കാരിന്റെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ സമ്മേളനം. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന പിടിച്ചു നിർത്തുകയും നികുതി ഇളവ് നൽകുകയും ചെയ്തില്ലെങ്കിൽ ഈ രംഗം നിശ്ചലമാകുമെന്ന് CWSA സംസ്ഥാന പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ. പട്ടാമ്പിയിൽ വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ച വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ്. ജില്ലാതല സംഗമം വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിൽ. ഷൊർണൂരിൽ റെയിൽവേ വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ വനിതാ ദിനാഘോഷം. പെയ്തൊഴിഞ്ഞത് രാഗങ്ങളുടെ മഴ. കോട്ടായി ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് സമാപനം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ആനയോട്ടത്തിൽ ഒന്നാമനായി ഗുരുവായൂർ ബാലു. ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിൽ ഇത്തവണ ബാലു ഇടംപേറ്റും. കുംഭച്ചൂടിനെ വകവയ്ക്കാതെ മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലയ്ക്കെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാം തവണയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി A.K. ബാലൻ. പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യപ്രതികരണം നടത്താൻ പാടില്ലായിരുന്നുവെന്നും എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും A.K. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. പാർട്ടി ശത്രുക്കൾക്ക് സഹായകരമായ രീതിയിൽ പത്മകുമാർ അഭിപ്രായ പ്രകടനം നടത്തരുതായിരുന്നു. വിഷമങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യമല്ല. എന്തു പറയണം എന്നത് മാത്രമല്ല, എന്തു പറഞ്ഞുകൂടാ എന്നതും കമ്മ്യൂണിസ്റ്റുകാരൻ പഠിക്കണം. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ല. 5.5 ലക്ഷം അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് എല്ലാവരും. പാർട്ടിക്ക് അതാത് കാലഘട്ടത്തിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നവരെ കണ്ടെത്തിയാണ് ചുമതലകൾ ഏൽപ്പിക്കുന്നത്. കൊക്കിൽ ഒതുങ്ങാത്തതുവരെ പാർട്ടി പലർക്കും നൽകിയിട്ടുണ്ട്. ഒഴിവാക്കപ്പെടുന്നവർ മോശക്കാരാണ് എന്ന് അർത്ഥമില്ല. ജനസേവനത്തിന് പദവികൾ ആവശ്യമില്ല. MB രാജേഷ് മിടുക്കനാണ്. MV ജയരാജനും CN മോഹനനും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുന്നതാണ് ഉചിതമെന്ന് വിലയിരുത്തിയതിനാലാണ് രാജേഷിനെ പരിഗണിക്കാതിരുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരു അസംതൃപ്തിയുമില്ല. CPMൽ വിഭാഗീയത ഇല്ലാതായി. എന്നാൽ വാർത്തകൾ ചോരുന്നത് തടയാൻ കഴിയുന്നില്ല. ഇത് ഗൗരവമായി കാണണം. ഭാരവാഹിത്വത്തിന് പ്രായപരിധി അനിവാര്യമാണെന്നും A.K. ബാലൻ ചൂണ്ടിക്കാട്ടി. പരിധി 70 വയസ്സാക്കണമെന്നാണ് അഭിപ്രായം. സംസ്ഥാനത്ത് തുടർച്ചയായി മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്നും A.K. ബാലൻ പറഞ്ഞു. അത് വേറെ ഏതെങ്കിലും ഒരാളെ തടയുന്നതിൻ്റെ ഭാഗമല്ല. MB രാജേഷ് ബെസ്റ്റ് കേഡറാണ്, പറഞ്ഞ് മനസ്സിലായത്. സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പാർലമെൻ്ററി രംഗത്തും നന്നായി ശോഭിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ മോശക്കാരനായതുകൊണ്ടല്ല ഇവരെടുത്തത്.
മറ്റൊരു ചോദ്യം, ഇപ്പം ഈ കണ്ണൂരിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രാധാന്യം, ഇപ്പം 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പേര് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിപ്പോ നിങ്ങൾ ഇവിടെ നോക്കിയാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ചില ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് കൂടുതൽ ആളുണ്ടാവുക. കാരണം അത് ജനസംഖ്യാനുപാതികമായിട്ട് വീതിച്ചു കൊടുക്കുന്നതല്ല. അല്ല, വാർത്ത ഉണ്ടാവുമോ അതിൻ്റെ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി പാർട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. പറഞ്ഞ മനസ്സിലായില്ല. പക്ഷേ ഈ ഒരു അപകടം ഗുരുതരാണ്. അത് എല്ലാ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂനത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ഷൊർണൂർ ചുടുവാളത്തൂർ സ്വദേശി സതീശനും മകൻ 8 വയസ്സുള്ള ആശീർവാദിനുമാണ് പരിക്കേറ്റത്. കുട്ടിയുടെ പരിക്ക് ഗുരുതരമാണ്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ കൂനത്തറ ഷൊർണൂർ റോഡിലാണ് അപകടം. കവളപ്പാറ ആര്യങ്കാവ് മൈതാനത്തിന്റെ അരികിലുള്ള വലിയ മരം കടപുഴകി ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശി സതീശന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. സതീശനും മകൻ 8 വയസ്സുള്ള ആശീർവാദുമാണ് വണ്ടിയിലുണ്ടായിരുന്നത്. പരിക്കേറ്റ ഇരുവരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് നിസ്സാരമെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും വിശദമായ പരിശോധനയിൽ കുട്ടിയുടെ താടിയലിനും തലച്ചോറിനും ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയെ തീവ്രപരിചരണത്തിനായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ആര്യങ്കാവ് ഗ്രൗണ്ടിന്റെ വശങ്ങളിൽ അപകട ഭീഷണിയായ മരങ്ങൾ ഇനിയുമുണ്ടെന്നും ഇവ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലേക്കാട് മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ വൈബ്രേഷൻ ടെസ്റ്റ് നടത്തിയതിനെ തുടർന്ന് സമീപത്തെ വീടിന് വിള്ളൽ സംഭവിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കരിങ്കൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പൗരസമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കല്ലേക്കാട് മാമ്പ്ര കരിങ്കൽ ക്വാറിയിൽ ക്വാറി അധികൃതർ കോടതി ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സംരക്ഷണത്തോടെയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൈബ്രേഷൻ ടെസ്റ്റ് നടത്തിയത്. പരിസരത്തെ വീടിന് വിള്ളൽ സംഭവിക്കുകയും അടുക്കളയിലെ പാത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തു. മാമ്പ്ര ഹക്കീമിന്റെ വീടിന്റെ ചുവരുകൾക്കാണ് വിള്ളൽ സംഭവിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തിറങ്ങി. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പിരിയാരി പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീർ, വൈസ് പ്രസിഡന്റ് സാദിഖ് ബാഷ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരിങ്കൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ പൗരസമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. പാലക്കാട് 5 വിളക്കിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളെ അടിച്ചമർത്താനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരം 1 മാസം എത്തിയിട്ടും സർക്കാർ അനുനയത്തിന് ശ്രമിക്കാത്തത് ധിക്കാരപരമാണ്. സമരത്തെ അവഹേളിക്കാനും ഗതി തിരിച്ചുവിടാനുമാണ് സർക്കാരും CPM-ഉം ശ്രമിക്കുന്നത്. അനാവശ്യ സമരങ്ങൾ നടത്തി കേരളത്തെ രക്തരൂക്ഷിതമാക്കിയവർക്ക് സമരങ്ങളോടുള്ള പുച്ഛം സർക്കാരിൻ്റെ അടിത്തറ ഇളക്കുമെന്നും ആശാ വർക്കേഴ്സ് കോൺഗ്രസ് വ്യക്തമാക്കി. 5 വിളക്കിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സമരം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സമീന അധ്യക്ഷത വഹിച്ചു. സുജാത, മിനി, അനുപമ, മുകേഷ് കുമാർ, നാരായണൻ, അനിൽ ബാലൻ, രമേഷ്, ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആശാവർക്കർമാരുടെ വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ, AITUC പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. AITUC സംസ്ഥാന കമ്മിറ്റി അംഗം K മല്ലിക സമരം ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ വേതന വർധനവ് ഔദാര്യമല്ലെന്നും അവകാശം അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത AITUC സംസ്ഥാന കമ്മിറ്റി അംഗം K മല്ലിക ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധത അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങളാണ്. തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. സ്വന്തം ജോലിക്ക് പുറമെ അധിക ജോലി ചെയ്യുന്നവരാണ് ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും. ഇവരുടെ വേതന വർധനവ് LDF പ്രകടന പത്രികയിലുള്ളതാണെന്ന് മല്ലിക ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ വളരെ വിചിത്രമായ ന്യായമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവർ ജീവനക്കാരല്ല, അവർ വളണ്ടിയർമാരാണ് എന്നുള്ളത്. ഈ വളണ്ടിയർമാരാണ് ഇപ്പോൾ നമ്മൾക്കറിയാം, കോവിഡ് മഹാമാരി സമയത്ത് ഈ കേരളത്തിലെന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനും
ഏറ്റവും നല്ല സേവനം നടത്തിയത് ഈ ആശാ വർക്കർമാരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രോഗികളായ ആളുകളുടെ വീടുകളിൽ പോവുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് മരുന്ന് എത്തിക്കുകയും അവരുടെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ആസ്പത്രിയിൽ എത്തിക്കാനും എല്ലാം യത്നിച്ചിട്ടുള്ളത് ഈ ആശാ വർക്കർമാരാണ്. അവരെ വേൾഡ് ഫെഡറേഷൻ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ആശാ വർക്കർമാരാണ് ഏറ്റവും നല്ല സേവനം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും അതിന് വലിയ അവാർഡുകളുമൊക്കെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. അവാർഡുകൾ കൊണ്ട് വയറു നിറയില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. ഇപ്പോഴും ആശാ വർക്കർമാർക്ക് കേന്ദ്രം നൽകുന്ന തുക എന്ന് പറയുന്നത് തുച്ഛമാണ്. 2500 രൂപയോളമേ കേന്ദ്ര സർക്കാർ ഈ ആശാ വർക്കർമാർക്ക് നൽകുന്നുള്ളൂ. ബാക്കി പണം 2000 രൂപ ഇൻസെൻറ്റീവായിട്ടും 2000 രൂപ ഓണറേറിയവും, ബാക്കി അവർക്ക് 9000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ തുക നൽകുന്നത് കേരള സർക്കാരാണ്. സമരങ്ങളെ അവജ്ഞയോടെ കാണുന്ന സമീപനം AITUC-ക്കില്ലെന്നും കെ മല്ലിക പറഞ്ഞു. പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. KC ജയപാലൻ, M ഹരിദാസ്, B പ്രമിത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2007 മുതലുള്ള ശമ്പളവും പെൻഷനും അനുവദിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിന് മുന്നിൽ സംഘടിപ്പിച്ച അനിശ്ചിതകാല സമരം 6ാം ദിവസം പിന്നിടുന്നു. ഇതിനിടെ വിവിധ സർവകലാശാലയിലെ യൂണിയനുകൾ സമരത്തിന് പിന്തുണയുമായി എത്തി. 6ാം ദിവസത്തെ സമര പരിപാടികൾ കാലടി സർവകലാശാല റിട്ടയർഡ് ടീച്ചേഴ്സ് യൂണിയൻ പ്രസിഡന്റ് CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അവരെ സംബന്ധിച്ച് അവരുടെ ഒന്നാമത്തെ നൂലാമാലകൾ, നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഘടനയുടെ നൂലാമാലകൾ, ഇടയ്ക്ക് IAS ഓഫീസർമാർ ഇടപെടും, വേറെ ചിലവർ ഇടപെടും. ഇവർക്ക് എന്തിനാ അത് കൊടുക്കണമെന്ന് ഇല്ലാതെയാക്കാൻ വേണ്ട 100 നോട്ടിടും. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ മനസ്സുണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. 100 പ്രശ്നങ്ങൾ. ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല റിട്ടയർഡ് ടീച്ചേഴ്സ് യൂണിയൻ സെക്രട്ടറി പ്രൊഫസർ VG ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കലാമണ്ഡലം OK അംബിക, കലാമണ്ഡലം S ഗോപകുമാർ, കലാമണ്ഡലം AM പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയ പ്രതി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. കൊപ്പം ആമയൂർ സ്വദേശി കൊട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീമാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട കല്ലേറ്റുങ്കര സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. 1 കോടി 6 ലക്ഷം രൂപയാണ് ഇയാൾ പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്തത്. സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ തുക ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നിർധനരായ ആളുകളുടെ അക്കൗണ്ട് വഴിയാണ് പ്രതി പണം തട്ടിയെടുത്തത്. ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് നിർധനരുടെ അക്കൗണ്ട് വഴി പ്രതി വൻ തുക അക്കൗണ്ടിലേക്ക് കൈമാറിയത്. കൈമാറുന്ന വൻതുകയിൽ നിന്നും കുറച്ചു പണം ചികിത്സാ സഹായത്തിന് നൽകി ബാക്കി തുക പിൻവലിക്കുകയാണ് പ്രതിയുടെ രീതി. സംഭവത്തിന് പിന്നിൽ റാക്കറ്റ് ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകളുടെ ഭർത്താവിനെ കത്തികൊണ്ട് കുത്തുകയും മകളെ ഉപദ്രവിക്കുകയും വീട്ടിൽ ഉണ്ടായിരുന്ന കാറും ബൈക്കും തല്ലി തകർക്കുകയും ചെയ്ത 56-കാരനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽത്തൊടി വീട്ടിൽ ഉമ്മറിനെയാണ് ചെറുതുരുത്തി പോലീസ് തടവിലാക്കിയത്. 38 വയസ്സുള്ള മുഹമ്മദ് റാഫിനെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. ഉമ്മർ മുഹമ്മദ് റാഫിന്റെ വീട്ടിലെത്തുകയും തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ മുഹമ്മദ് റാഫിനെയും സ്വന്തം മകളെയും പേരക്കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് കമ്പിപ്പാര ഉപയോഗിച്ച് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും തല്ലി തകർക്കുകയും ചെയ്തു. ബഹളത്തെ തുടർന്ന് നാട്ടുകാരാണ് ഉമ്മറിനെ പോലീസിൽ ഏൽപ്പിച്ചത്. നാട്ടുകാർ ചേർന്ന് മുഹമ്മദ് റാഫിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പിക്കടുത്ത് വള്ളൂരിൽ വാഹനാപകടങ്ങൾ തടയാൻ സുരക്ഷാ നടപടികളുമായി പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടെ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടിരുന്നു. അപകട മേഖലയിൽ പട്ടാമ്പി പോലീസ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വള്ളൂർ 2ാം മൈൽസ് സ്ഥിരം അപകട മേഖലയാണ്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഇവിടെ വെച്ച് യുവാവ് മരണപ്പെട്ടിരുന്നു. അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി പോലീസ് അപകട മേഖലയിൽ മുന്നറിയിപ്പ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം കാറിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ ബസ്സിലിടിച്ചാണ് യുവാവ് മരണപ്പെട്ടത്.
മുമ്പും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കൊടും വളവും വീതി കുറവുമാണ് ഇവിടെ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്. വാഹനങ്ങൾ അമിത വേഗത്തിലെത്തുമ്പോൾ കൊടും വളവിൽ നിയന്ത്രണം തെറ്റുന്നത് പതിവാണ്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നിർമ്മാണ മേഖലയെ സർക്കാർ വേണ്ടവിധം പരിഗണിക്കുന്നില്ലെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പാലക്കാട്ട് CWSA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന പിടിച്ചു നിർത്തുകയും നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ മേഖല നിശ്ചലമാകുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. സുതാര്യമായ നിയമങ്ങളിലൂടെ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണം. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ഈ മേഖലയിൽ സർക്കാർ വേണ്ടവിധം ഇടപെടുന്നില്ല. തൊഴിലാളി വിഹിതത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പോലും ലഭ്യമാകാത്ത സ്ഥിതിയാണ്. നിർമ്മാണ മേഖലയിലെ കുത്തകവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PC വിജു, KP ശശി, വൈസ് പ്രസിഡന്റ് രാജാമണി, K ചന്ദ്രൻ, ബിജു ചാർലി, V ഹരികുമാർ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ നിയമവ്യവസ്ഥകൾ എന്ന വിഷയത്തിൽ കൊഴിഞ്ഞാമ്പാറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ K മുബീന ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സപ്തസ്വര സാഗരത്തിന് സമാപനം. കർണാടക സംഗീതകുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തട്ടകമായ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് തിങ്കളാഴ്ച രാത്രിയാണ് തിരശ്ശീല വീണത്. കർണപുടങ്ങളെ സപ്തസ്വരങ്ങളിൽ ലയിപ്പിച്ച ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിനാണ് സമാപനം കുറിച്ചത്. കർണാടക സംഗീതകുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തട്ടകമായ ചെമ്പൈ ഗ്രാമത്തിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിനാണ് തിങ്കളാഴ്ച സമാപനം കുറിച്ചത്. ഏകാദശി ദിനമായ തിങ്കളാഴ്ച രാവിലെ 8:30 ഉച്ചവെയ്ത്തിയും രാവിലെ 10 മണ്ണൂർ രാജകുമാരനുണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനവും രാവിലെ 11 ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളുടെയും സംഗീതാരാധനയും വൈകുന്നേരം 6 ഡോക്ടർ P പത്മേഷിന്റെ പുല്ലാങ്കുഴൽ വാദനവും 7 ഡോക്ടർ പോൾ പൂവത്തിങ്കിൽ കച്ചേരിയും 7:30 പ്രകാശ് ഉള്ളിയേരി ഹാർമോണിയത്തിലും സൗന്ദരരാജൻ വീണയിലും സംയുക്തമായി അവതരിപ്പിച്ച ഉപകരണ സംഗീത കച്ചേരി, രാത്രി 8:30 വിജയ് യേശുദാസിന്റെ സംഗീത കച്ചേരിയും 9:30 വയലിൻ വിദ്വാൻ CS അനുരൂപ്, കുമാരി പാർവതി ദിലീപ് എന്നിവരുടെ വയലിൻ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തിരശ്ശീല വീണത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവായി. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളാണ് മുൻനിരയിൽ ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിച്ചതോടെ ആനകൾക്ക് അണിയാനുള്ള മണികളുമായി പാപ്പാന്മാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറാക്കി നിർത്തിയ ആനകളുടെ അടുത്തേക്ക് എത്തി. മണികൾ ആനകൾക്ക് അണിയിച്ച ശേഷം മാരാർ ശംഖ് ഊതിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി. ക്ഷേത്രഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ ബാലു വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബാലു ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ബാലുവാണ് ഭഗവാന്റെ തിടമ്പേറ്റുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുമ്പച്ചൂട് വകവയ്ക്കാതെ മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രവേല മഹോത്സവത്തിന് എത്തിയത് ആയിരങ്ങൾ. 10 ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് വേല മഹോത്സവം. രാവിലെ ക്ഷേത്ര ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുവാണിക്കാവ് ക്ഷേത്രത്തിന്റെ വലിയ അലങ്കാര പന്തലിന്റെ ചുവട്ടിൽ നിന്ന് 5 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തി. മറ്റ് 10 ദേശവിഭാഗത്തിന്റെ നേതൃത്വത്തിലും പൂരങ്ങൾ കാവിലെത്തി. ഇതിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ വകയായി 5 ആനയും വടക്കുംമുറി വിഭാഗത്തിന്റെ 3 ആനയും വാഴക്കോട് വളവ് വിഭാഗത്തിന്റെ 3 ആനയും കൊല്ലമാക്കി വിഭാഗം 3 ആനയും ആറ്റൂർ വളവ് 1 ആനയും അടങ്ങുന്ന 15 ആനകളാണ് ക്ഷേത്രത്തിലെത്തിയത്.
ഈ ദേശക്കാരോടൊപ്പം പഞ്ചവാദ്യവും ഇതുകൂടാതെ പൂതൻ, തിറ, ആണ്ടി, നായാടി, വിവിധ ക്ലബ്ബുകളുടെ വേലകളും കാളവേലകളും മറ്റ് വിവിധ വാദ്യോപകരണങ്ങളും കൂടിയ വേലകളും ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പരുതൂർ പഞ്ചായത്തിലെ കരുവാൻപടിയെ ഹരിത ടൗൺ ആയി പ്രഖ്യാപിച്ചു. കരുവാൻപടി സെന്ററിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ പ്രഖ്യാപന കർമ്മം നിർവഹിച്ചു. ടൗണിലെ മുഴുവൻ കടകൾക്ക് മുന്നിലും വേസ്റ്റ് ബിൻ സ്ഥാപിക്കുകയും ചെടികൾ വെച്ച് മനോഹരമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹരിത ടൗൺ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചിരുന്നു. മൂന്നാം ഘട്ടത്തിൽ കൊടിക്കുന്ന്, പള്ളിപ്പുറം ടൗണുകളുടെ പ്രഖ്യാപനം ഉടൻ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് സമ്മേളനം പെരിങ്ങോട്ടുകുറിശിയിൽ നടന്നു. തരൂർ MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. AKLWA യൂണിറ്റ് പ്രസിഡന്റ് സുനേഷ് ചൂനല്ലൂർ അധ്യക്ഷത വഹിച്ചു. ശ്രീജേഷ് MK അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് T അപ്പുണ്ണി, ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ, ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി EK അശോകൻ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ മബികുമാർ വരവുചെലവ് കണക്കും ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ് നാരായണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CP രാധാകൃഷ്ണൻ, ജില്ലാ ഓർഗനൈസർ ജയേഷ്, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് അകലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PP സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് ശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി V മോഹനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമനക്കുട്ടൻ, ജില്ലാ ITA കൺവീനർ ശങ്കരനാരായണൻ, അസിസ്റ്റന്റ് കൺവീനർ മുഹമ്മദ് ഷാഫി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് പ്രമേയ അവതരണവും ചർച്ചയും നടന്നു. ആലത്തൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ S സജിത് പഠന ക്ലാസ് നയിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പിയിൽ വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ച വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി. വനിതാ ദിനത്തോടനുബന്ധിച്ച് തിങ്കളാഴ്ച പട്ടാമ്പി ബിസ്ല ഓഡിറ്റോറിയത്തിലായിരുന്നു ഒത്തുചേരൽ. വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിലായിരുന്നു പരിപാടി. വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് തിങ്കളാഴ്ച പട്ടാമ്പി ബിസ്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സംസ്ഥാന പ്രസിഡന്റ് VA ഫായിസ ഉദ്ഘാടനം ചെയ്തു. വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരലിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിലും പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് ഷക്കീല ടീച്ചർ അധ്യക്ഷയായി. മണ്ഡലം കൺവീനർ ഷഹർബാൻ സ്വാഗതവും പഞ്ചായത്ത് കൺവീനർ ആയിഷാബി നന്ദിയും പറഞ്ഞു. വിമൻ ജസ്റ്റിസ് ഭാരവാഹികളായ റംല അമീർ, ഹബ്സാബി, നുസ്രത്ത് എന്നിവർ നേതൃത്വം നൽകി. മികച്ച അംഗൻവാടി സൂപ്പർവൈസർക്കുള്ള 2025 വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സംസ്ഥാനതല പുരസ്കാരം നേടിയ ജയശ്രീ K നരേന്ദ്രനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. റെയിൽവേ ഷൊർണൂർ സെക്ഷൻ സ്ത്രീ ജീവനക്കാരുടെ കൂട്ടായ്മ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. അർജുന അവാർഡ് ജേതാവ് ടിൻഡു ലൂക്ക ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഷൊർണൂർ സെക്ഷനിലുള്ള വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയായ വിമൻ എംപവർമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ചയാണ് ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ വനിതാ ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. അർജുന അവാർഡ് ജേതാവും പാലക്കാട് ഡിവിഷൻ ഉദ്യോഗസ്ഥയുമായ ടിൻഡു ലൂക്ക ഉദ്ഘാടനം ചെയ്തു. മകളോ മകനോ ആരാണോ ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത് അവരെ ഒരു സ്പോർട്സ് താരമാക്കണം, മമ്മിക്ക് ആകാൻ പറ്റാത്തത് ആക്കണമെന്ന്. അപ്പോൾ മമ്മിയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ശരിക്കും ഞാൻ സ്പോർട്സിലേക്ക് വരുന്നതൊക്കെ. പക്ഷേ മമ്മിയുടെ ആഗ്രഹം കൂടുതൽ എന്താ പറയുക, കൂടുതൽ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയത് എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സൂപ്പർ വുമണിൻ്റെ കയ്യിലേക്ക് എത്തിയത് കൊണ്ടാണ്, ഉഷാനടുത്ത കയ്യിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ എൻ്റെ ഒരു ലൈഫ് എന്താ പറയുക, നോർമൽ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു 30 ആയപ്പോഴത്തേനും ഒരു സൂപ്പർ വുമണിലേക്ക് മാറാൻ സാധിച്ചു. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. L മാധുരി അധ്യക്ഷത വഹിച്ചു. K രേഷ്മ സ്വാഗതം പറഞ്ഞു. റെയിൽവേ അഡീഷണൽ ഫിനാൻസ് മാനേജർ PR രാജശ്രീ, RPF പോസ്റ്റ് കമാൻഡർ ക്ലാരി വത്സ എന്നിവർ പ്രസംഗിച്ചു. വനിതകളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് സമുദായാംഗങ്ങളുടെ വിദ്യാഭ്യാസ ജോലി ആവശ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയാണെന്ന് പെരുംകൊല്ല ക്ഷേമ സമാജം.
കൊല്ലൻ സമുദായം പ്രാദേശികമായി വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ തടസ്സമാകുന്നതെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളെ ഏകീകരിച്ച് പെരുംകൊല്ലനാക്കി ഉത്തരവിറക്കണമെന്ന അപേക്ഷകൾ സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ല സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം അനുകൂല ലഭ്യതയ്ക്കായി SC വിഭാഗത്തിൽപ്പെട്ട കടയൻ സമുദായത്തിലേക്ക് 1960 കുടിയേറിയതും പ്രശ്നമായി. ഇത് പരിഹരിക്കപ്പെടണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടു. സമുദായത്തിന്റെ ചരിത്ര വസ്തുതകൾ ഉൾപ്പെടുത്തി കിത്താഡ്സിനും പരാതി നൽകിയെങ്കിലും വിജിലൻസ് വിഭാഗത്തിന്റെ പരാമർശവും വിലങ്ങുതടിയായി. വിവിധ പേരുകളിൽ പ്രാദേശിക തലങ്ങളിൽ അറിയപ്പെടുന്നതും സമുദായ പേരിൽ വ്യക്തത വരുത്താൻ സർക്കാർ തയ്യാറാകാത്തതും മൂലം വിദ്യാഭ്യാസ ആനുകൂല്യവും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും 1993 മുതൽ തടയപ്പെട്ടിരിക്കുകയാണ്. വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പോലും ഉദ്യോഗസ്ഥർ കിത്താഡ്സിലേക്ക് കൈമാറുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. സമുദായ പേരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അനുകൂല ലഭ്യതയ്ക്കായി സർക്കാർ ഇടപെടണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പഠിക്കുന്ന കാര്യത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യത്തിനോ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ അത് അധികാരികൾ അനുവദിച്ചു തരുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം വ്യത്യസ്ത ജാതി പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത് ഗവൺമെന്റ് 2010 മുതൽ വന്നത് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് നടപടി എടുക്കണം എന്നത് വിളിച്ചു കൂട്ടിയിട്ട് ഒരു എന്താ പറയാ, നമ്മളൊരു വഴിപാട് നടത്തുന്ന രീതിയിൽ വന്നിട്ടുള്ള ഇതിന് നടപടിക്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സർക്കാരിലേക്ക് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ വന്നിട്ട് അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു ജാതി, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് മറ്റൊരു ജാതി, 4-5 പേരിൽ ഞങ്ങൾ അറിയപ്പെടുത്തും. പെരുംകൊല്ലൻ, തോൽക്കൊല്ലൻ, കൊല്ലൻ, പെരുംകൊല്ലൻ, പരിശക്കൊല്ലൻ. ഇതിന് പുറമെ കടയിൽ നിന്ന് തെറ്റായ ജാതി രേഖപ്പെടുത്തിയവരുണ്ട്, ചക്കയിൽ നിന്ന് തെറ്റായ ജാതി രേഖപ്പെടുത്തിയവരുണ്ട് ആനുകൂല്യത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തിയില്ല. പക്ഷെ ഇത് ക്ലിയർ ചെയ്തൊരു പെരുംകൊല്ലൻ എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ പെരുംകൊല്ലന്മാര് ഈ പറയപ്പെടുന്ന ഈ വ്യത്യസ്ത പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ പെരുംകൊല്ലൻ, തോൽക്കൊല്ലൻ, പരിശക്കൊല്ലൻ എന്നീ പേരിൽ അറിയപ്പെടുന്നവരൊക്കെ പെരുംകൊല്ലൻ സമുദായക്കാരാണ്. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കൂടി കഴിയുന്നവരാണ്. അങ്ങോട്ട് രക്തബന്ധമുള്ളത്, അതുമാതിരി കെട്ടുബന്ധങ്ങൾ ഇതെല്ലാം നിലനിന്ന് പോകുന്ന ഈ കേരള സമൂഹത്തിൽ. ജില്ലാ പ്രസിഡന്റ് AK കുഞ്ഞുണ്ണി, സെക്രട്ടറി V ബാലസുബ്രഹ്മണ്യൻ, K ബാബു, സനൽകുമാർ, AP സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട് വേല വർണ്ണാഭമായി. നൂറുകണക്കിന് ഉത്സവപ്രേമികൾ ആഘോഷത്തിൽ പങ്കെടുത്തു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നുമായി ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. കൂട്ടപ്പുര, കൂട്ടാല, കുനിയമ്പാടം, വടക്കുംമുറി, കാപ്പിൽക്കുന്ന്, തെക്കുംമുറി യുവജന സമിതി എന്നീ വേലകളാണ് ക്ഷേത്ര മൈതാനത്തിൽ അണിനിരന്നത്. ഇരട്ടക്കാള, തെയ്യം, ബാൻഡ് വാദ്യം, പൂക്കാവടി, വിവിധ വേഷങ്ങൾ എന്നിവ ദേശവേലയ്ക്ക് അകമ്പടിയായി. രാവിലെ കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ 50-ൽ പരം വാദ്യകലാകാരന്മാർ അവതരിപ്പിച്ച മേളവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച വടക്കുംമുറി യുവജന സമിതിയുടെ ഗാനമേളയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി നാരായണൻകുട്ടി, കൃഷ്ണൻ കൂട്ടാല, രാധാകൃഷ്ണൻ, കണ്ണമണി, വത്സലകുമാർ, ചന്ദ്രൻ, മാനേജർ കൃഷ്ണദാസ് എന്നിവരാണ് ഉത്സവത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കണ്ണമ്പരിയാരം ഞാറക്കോട്ട് കാവിലെ ദേശവേലയോടനുബന്ധിച്ച് മങ്കര സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കിയത് ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായി. ആയിരക്കണക്കിന് ആളുകളാണ് കടുത്ത വേനലിൽ ശുദ്ധമായ മോരിൻ വെള്ളം നുകർന്നത്. സേവാഭാരതി പ്രസിഡന്റ് ഗണേഷ് കുമാർ, KT ശശി, JP മങ്കര പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ വർമ്മ, പഞ്ചായത്ത് അംഗം രതീഷ് കുമാർ, സതീഷ് കുമാർ, പ്രശാന്ത്, പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. ആഭിമുഖ്യത്തിൽ കൊല്ലത്തോറും നടത്തിവരാറുള്ള സംഭാര വിതരണമാണ് ഞാറക്കോട്ട് കാവ് വേല പ്രമാണിച്ച് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാവ് കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണവും കൂടി ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി
യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാല മുള്ളൂർക്കര സെൻട്രലിൽ സംഘടിപ്പിച്ചു. മാതൃസംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അഖിൽ ജോസ്, മാതൃസംഘടന വർക്കിംഗ് സെക്രട്ടറി CS നൌഫൽ, യൂണിറ്റ് ട്രഷറർ നബിൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിലേക്ക് പെരിങ്ങോട്ടുകുറിശി പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്പോൺസർ ചെയ്ത വാട്ടർ പ്യൂരിഫയർ കിയോസ്കിന്റെ ഉദ്ഘാടനം PNB എറണാകുളം സർക്കിൾ ഹെഡ് ശ്രീരാം മോഹൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EV പൗലോസ് മാസ്റ്റർ, PNB ശാഖാ മാനേജർ T ജോജോൺ എന്നിവർ സംസാരിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ കുടുംബശ്രീ CDS അംഗങ്ങളും ഹരിതകർമ്മസേന അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പരുത്തിപ്പള്ളി ശ്രീ പുത്തിരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. 2025 മാർച്ച് 28, 29, 30 തീയതികളിലായാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി വേല മഹോത്സവം. പൂജിച്ച നോട്ടീസ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം മേൽശാന്തിയിൽ നിന്ന് ഏറ്റുവാങ്ങി. കോട്ടായി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിനു പ്രകാശനം നിർവഹിച്ചു. സുശീല ടീച്ചർ കളത്തിൽ ഉള്ളാട്ടിൽ നോട്ടീസ് ഏറ്റുവാങ്ങി. തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KU അച്യുതൻ നായർ പ്രാർത്ഥന ചൊല്ലി. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് KU ശ്രീനിവാസൻ, വൈസ് പ്രസിഡന്റ് KS മോഹൻദാസ്, ശിവദാസ്, വാസുദേവൻ, പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി TS ചന്ദ്രൻ സ്വാഗതവും VS നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലപ്പുറം ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ 95ാം വാർഷികം ആഘോഷിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഗിരിജ സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു. അധ്യാപകരെ ആദരിക്കൽ, സ്പെഷ്യൽ യൂണിഫോം വിതരണം, മ്യൂസിക് വൈബ്സിന്റെ ഗാനമേള, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയുമുണ്ടായി. മാറ്റൊലി. സംസ്ഥാനത്ത് തുടർച്ചയായി LDF 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM നേതാക്കൾ. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടെ പല നേതാക്കളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കരുതുന്നു? മാറ്റൊലിയിലേക്ക്. മൂന്നാം തവണയും LDF സർക്കാർ വരുന്നതാണ് നേതാക്കന്മാരുടെ അഭിപ്രായം. പക്ഷേ എടുത്തു പറയത്തക്ക പല ബൃഹത്തായ പദ്ധതികളൊന്നും LDF സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. അത് ജനങ്ങൾക്ക് ഈ 9 വർഷത്തെ ഭരണത്തിനിടയിൽ ബോധ്യമായിട്ടുണ്ട്. പക്ഷേ അടുത്ത ഭരണത്തിൽ എന്താണെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അത് UDFന് തന്നെ അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചു കാണുന്നത്. UDFന് കേരളത്തെ നയിക്കാൻ പോകുന്ന ഒരു നേതാവിനെ മുന്നിൽ വെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല 3, 4, 5 ഒക്കെ മുഖ്യമന്ത്രിമാർ കുപ്പായമിട്ടതായി കേരളത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ജനം വളരെയധികം ഗൗരവത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവഭേദ്യവുമാണ്. വ്യാപകമായി ഇടതുപക്ഷ സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെയും പാർട്ടി അനുഭാവികളുടെയും ഉറച്ച വിശ്വാസം. കാരണം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് റോഡ് ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായ റോഡിനെ ഇന്ന് വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാക്കി തീർക്കാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടനവധി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞ 9 വർഷത്തോളം ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കോവിഡും പ്രളയവും എല്ലാം നഷ്ടപ്പെടുത്തി കേരളത്തെ പടുത്തുയർത്തിയ ഈ സർക്കാർ
ഈ ഒരു അവസ്ഥയിൽ വേറെ ഏതൊരു സർക്കാർ വന്നാലും ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പൊതു വിചാരം പൊതുജനങ്ങൾക്കുള്ളതുകൊണ്ടും ഈ സർക്കാർ തന്നെ തുടരട്ടെ, അഴിമതിരഹിതമായിട്ടുള്ള ഈ സർക്കാർ തന്നെ 3ാം തവണയും തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3ാമതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ്സിന് പോലും സംശയമില്ല. കാരണം അവർ പോലും സ്വകാര്യമായി പറയുന്ന ഒരു സത്യമാണത്. കേരളത്തിലെ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മാത്രം മതി ഒരു തുടർ ഭരണത്തിന് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അസാധ്യമെന്ന് കരുതുന്ന പല പദ്ധതികളും സാധ്യമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ തുടർച്ചയായി 3ാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി AK ബാലൻ. A പത്മകുമാറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് ശരിയായില്ല. എല്ലാവരെയും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്താനാകില്ലെന്നും AK ബാലൻ. തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ആശാ വർക്കേഴ്സ് കോൺഗ്രസ്. അഞ്ചുവിളക്കിൽ ഐക്യദാർഢ്യ സംഗമം. വേതന വർധനവും പെൻഷൻ ആനുകൂല്യവും ആവശ്യപ്പെട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും CPI അനുകൂല യൂണിയനുകളും രംഗത്ത്. AITUC നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ. 2007 മുതലുള്ള ശമ്പള പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ചെറുതുരുത്തി കലാമണ്ഡലത്തിന് മുന്നിൽ ഫോറം ഓഫ് കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തുന്ന അനിശ്ചിതകാല സമരം 6ാം ദിവസം പിന്നിട്ടു. കല്ലേക്കാട് മാമ്പ്രയിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രദേശവാസികൾ. വീടുകൾക്ക് വിള്ളലുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ക്വാറി പ്രവർത്തനം അനുവദിക്കാനാകില്ലെന്ന് പൗരസമിതി. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ 1 കോടിയിലേറെ രൂപ തട്ടിയെടുത്ത കൊപ്പം ആമയൂർ സ്വദേശി തൃശൂർ റൂറൽ സൈബർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ആമയൂർ കുട്ടിലിൽ വീട്ടിൽ മുഹമ്മദ് അബ്ദുൽ ഹക്കീം. മുള്ളൂർക്കരയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് മകളെയും ഭർത്താവിനെയും ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 56-കാരൻ അറസ്റ്റിൽ. ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി പറമ്പിൽ ഉമ്മർ. കൂണത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണ് 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് ഓട്ടോ ഡ്രൈവർ തിരുവാറ്റൂർ സ്വദേശി സതീശനും മകൻ 8 വയസ്സുള്ള ആശീർവാദിനും. കുട്ടിയുടെ പരിക്ക് ഗുരുതരം. വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. നിർമ്മാണ മേഖലയോടുള്ള സർക്കാരിന്റെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. പാലക്കാട്ട് അസോസിയേഷൻ സമ്മേളനം. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന പിടിച്ചു നിർത്തുകയും നികുതി ഇളവ് നൽകുകയും ചെയ്തില്ലെങ്കിൽ ഈ രംഗം നിശ്ചലമാകുമെന്ന് CWSA സംസ്ഥാന പ്രസിഡന്റ് K ബാലകൃഷ്ണൻ. പട്ടാമ്പിയിൽ വനിതാ ജനപ്രതിനിധികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ച വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. ജില്ലാതല സംഗമം വോട്ടവകാശത്തിൽ നിന്ന് പ്രാതിനിധ്യത്തിലേക്ക് എന്ന തലക്കെട്ടിൽ. ഷൊർണൂരിൽ റെയിൽവേ വനിതാ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ വനിതാ ദിനാഘോഷം. പെയ്തൊഴിഞ്ഞത് രാഗങ്ങളുടെ മഴ. കോട്ടായി ചെമ്പൈ ഏകാദശി സംഗീതോത്സവത്തിന് സമാപനം. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള ആനയോട്ടത്തിൽ ഒന്നാമനായി ഗുരുവായൂർ ബാലു. ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിൽ ഇത്തവണ ബാലു തിടമ്പേറ്റും. കുംഭച്ചൂടിനെ വകവയ്ക്കാതെ മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലയ്ക്കെത്തിയത് ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.